കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തില് ഗൗതമും നന്ദയും തമ്മില് കുറച്ച് പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗാഥയും സുജാതയും ചൊല്ലിയിട്ട് അവർ തമ്മില് വഴക്കുണ്ടാക്കുന്നതിന്റെ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു കുഴിയിൽ പെട്ടുപോയിരിക്കണം മഹേഷിന്. ഇട്ടോണ്ടും മേല എടുത്തോണ്ടും മേലാത്തൊരവസ്ഥയാണ്. സുജാതനെയും ഗാഥേനും പറഞ്ഞു വിടാനും പറ്റില്ല, വിടാതിരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥയിൽ കൈകാലിട്ട് അടിക്കുന്ന മഹേഷിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇന്ന് തന്നെ ഗൗതം ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയമ്മയോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഗാഥേനെയും സുജാതാന്റിനെയും ഇവിടുന്ന് പറഞ്ഞു വിടണം. അവരിവിടെ ഉണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ ഈ വീട്ടിൽ കാണില്ലാന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോയപ്പം ലക്ഷ്മിയമ്മ ആകെ പാടം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ലക്ഷ്മിയമ്മ ഓർത്തി പിന്നെ ഇത് എന്ത് പറ്റി, ഗൗതം ആണല്ലോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ, പിന്നെ പെട്ടെന്ന് എന്താ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞേ. അല്ലെങ്കിലും അതുങ്ങൾ എങ്ങോട്ട് പോകും, കയറി ചെല്ലാനായിട്ട് ഇടവില്ലാത്ത സമയമാണ്. ചെമ്പമ്മേടിലുള്ള വീട്ടിലാണെങ്കിൽ ബാലാജിയുടെ ആൾക്കാർ ഒന്ന് തകർത്തും കളഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും? ലക്ഷ്മിയമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിയമ്മ നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മഹേശൻ അവിടെ ഉണ്ടായിരുന്നു. ആടി ഒളിഞ്ഞിരിക്കുന്ന മഹേശനെ കാണുന്നേ. ചെന്നിട്ട് പറഞ്ഞു എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. ദേ ഗൗതമോൻ എന്തോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നേ. എന്തൊക്കെയോ അവൻ പിച്ചും പയ്യും പറയുന്ന പോലെ എന്നോട് പറയണേ. എത്രയും പെട്ടെന്ന് തന്നെ സുജാതേനെ ഗാതമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറയുന്നേ. എനിക്കറിയില്ല അവൻ എന്ത് പറ്റിയെന്ന്, അല്ലെങ്കിൽ നാളെ മുതൽ അവൻ ഇവിടെ കാണത്തില്ലെന്ന്. മഹേശനും ഞെട്ടനുണ്ടായി. എൻ്റെ ഭഗവാനെ, ഇനി എന്തേലും അവൻ പറഞ്ഞോ? എനിക്കറിയത്തില്ല മഹിയേട്ടാ എന്ത് ചെയ്യണോന്ന്. മഹിയേട്ടനൊന്ന് പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പാവം അതുങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ എങ്ങോട്ട് പോകാനായിട്ടാ? ഞാൻ ഗൗതമോനോട് പറഞ്ഞു നോക്കി, പക്ഷെ ഗൗതമോൻ ഞാൻ പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല, ഒരേ വാശിയില്ല. മഹിയേട്ടൻ പറ എന്താ ചെയ്യണ്ടേ? മഹിയേട്ടനൊരു തീരുമാനം എടുക്കും. മഹിയേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയും മോളും അല്ലേ, അപ്പൊ അവരുടെ കാര്യത്തിൽ മഹിയേട്ടനൊരു കടപ്പാടില്ലേന്ന് ചോദിക്കണം. മഹേശ്വരൻ പറഞ്ഞു അത് ലക്ഷ്മി ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? ഗൗതം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നല്ലേ നല്ലത്. മഹിയേട്ടൻ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നും? ഒരമ്മയും മോളും ഒരാൺതുണി ഇല്ലാതെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവരെവിടെ പോയി ജീവിക്കുമെന്ന് ഓർത്തിട്ടാ. മഹിയേട്ടൻ ഒരു കാര്യം ചെയ്യുക, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അവരെ വേറെ എവിടെയെങ്കിലും വീടെടുത്ത് താമസിപ്പിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വേറെ എങ്ങോട്ട് മാറ്റാനായിട്ട് അവരെ. നാളെ മുതൽ ഗൗതമോന് ഈ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തീരാവേദന. അവനില്ലാത്ത ഈ വീടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു കാര്യം ചെയ്യുക, അവരെവിടെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ നോക്കാൻ പറയണം. മഹേശ്വരൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, എന്തായാലും ഒരു വഴി ഉണ്ടോ നോക്കട്ടെ, നീ പേടിക്കണം ലക്ഷ്മി, അവരിവിടുന്ന് മാറ്റാന്ന് പറയാണ്. ലക്ഷ്മി എന്നിട്ട് നേരെ നന്ദയുടെ അടുത്തേക്കാ ചെല്ലുന്നത്. അപ്പം നന്ദയുടെ അടുത്ത് ചെല്ലുമ്പം നന്ദ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പം നന്ദ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ലക്ഷ്മി വെച്ച് മോൾക്ക് എന്നാ എന്ത് പറ്റിയേ? ഗൗതം വന്നിട്ട് മോളെ ചീത്ത പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലമ്മേ, എനിക്ക് മനസ്സിലായി അവൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല മോളെ. ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന അവന്റെ മനസ്സിൽ എന്തോ മോള് പറഞ്ഞ പോലെ എന്തോ ഒരു കരട് കയറി കൂടിയിട്ടുണ്ട്. അതെനിക്ക് തോന്നേ സുജാതയും ഗാഥയും ഇവിടെ നിൽക്കുന്നതിൽ അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. കഴിഞ്ഞ ദിവസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ സ്നേഹത്തോടെ പെരുമാറിയിട്ട് പെട്ടെന്ന് അവൻ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ഇതേ ഇപ്പൊ എന്നോട് പറയുന്ന അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ അവൻ്റെ ഇവിടെ നിൽക്കത്തില്ലെന്ന്. എനിക്കാണെങ്കിൽ സുജാതയുടെ ഗാഥയുടെ മുഖം ഓർത്തിട്ട് സങ്കടം വരുന്നുണ്ട്. പാവങ്ങള് എങ്ങോട്ട് പോകാനാ? ഈ ഭർത്താവ് ഉണ്ടായിരുന്ന കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു ചെറുങ്കൊച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നുമില്ലാതെ ചെന്ന് കയറാനായിട്ടോ ഒരു വീടുണ്ടോ? വീടുമില്ല. ആ ബാലാജിയുടെ ആൾക്കാര് അവരെങ്ങോട്ട് പോകാനാ? നന്ദമോൾ ഒരു കാര്യം ചെയ്യും, ഗൗതമോനോടൊന്ന് പറഞ്ഞു നോക്ക്. അവരിവിടുന്ന് പറഞ്ഞു വിടല്. കുറച്ച് ദിവസം അവിടെ കഴിയുമ്പോഴത്തേനും സുജാതയ്ക്കൊന്ന് ശരിയാവും. പിന്നീട് എന്ത് വെള്ളം ചെയ്തോ കുഴപ്പമില്ലോ എന്ന് പറയാണ്. നന്ദ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറ് കേൾക്കുമോ? മോളൊന്ന് പറഞ്ഞു വെക്കോ. ഒരു പക്ഷെ മോള് പറയുവാണെങ്കിൽ അനുസരിക്കുമായിരിക്കും, അല്ലെ പിന്നെ എന്ത് ചെയ്യാനാ? മോളൊന്ന് പറഞ്ഞു നോക്കാൻ പറയണം. ഞാൻ സംസാരിച്ചു നോക്കാമേ, പക്ഷെ കേൾക്കുമോന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് നന്ദ നേരെ മുറിയിലേക്ക് പോവാണ്. നന്ദയ്ക്കറിയാം താനെന്നല്ല ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും ഗൗതം സാർ അനുസരിക്കാൻ പോകുന്നില്ല. ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ നന്ദ നല്ല ടെൻഷനോട് കൂടിയാണ് മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. ഈ സമയത്ത് ഗൗതം ഇരിപ്പുണ്ടായിരുന്നു. അല്ല ഗൗതം സാറിന് ഇത് എന്ത് പറ്റിയത്? ഇന്നലെ തൊട്ടേ ശ്രദ്ധിക്കുന്ന, ഇന്നലെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മദ്യത്തിന്റെ ലഹരിയിലായിരിക്കും എന്നെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടേന്ന് ഓർത്താ ഞാൻ ഇരുന്നത്. ഇന്നിപ്പാണ്ട് ലക്ഷ്മിയമ്മ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് പറ്റി? ഇപ്പം ഗാഥേനെയും സുജാതാന്റിനെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങോട്ട് പോകാനാ? ഒരു വാടക വീട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വാടക വീട് കിട്ടുമോ? പിന്നെ ചെമ്പമ്മീടിലെ വീട്ടിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന് കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ. എല്ലാ ആഴ്ച ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പിന് പറഞ്ഞാൽ ബുദ്ധിമുട്ടോ? അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയും സിറ്റിയുടെ എവിടെയെങ്കിലും വീടെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒന്നും തരപ്പെടത്തില്ലല്ലോ. കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അവരിവിടുന്ന് പൊക്കോളെന്ന് പറയണം.
പെട്ടെന്ന് ഗൗതം ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റു. കുറച്ച് ദിവസമൊന്നുമില്ല, ഒറ്റ ദിവസം വരെ അവളെ ഇനി നിർത്താൻ പറ്റില്ല എന്ന് പറയണം. അല്ല, വരുന്നവരും പോരുന്നവരും കയറ്റി നിർത്താനായിട്ട് തന്നെ അതിഥി ആശ്രമം വലുതാണോ? വഴിയെ പോകുന്നവരെയും വീഴ്ച കയറ്റി കിടത്താനായിട്ട്. അതിന് ഇന്ദീവരം അതിന് പറ്റിയ വീടല്ല. പറഞ്ഞു കേട്ടല്ലോ. ഇനി കൂടുതൽ എന്നോട് ചോദിക്കുകയും പറയും വേണ്ടെന്ന് പറയണം. ഇതെന്ത് പറ്റി ഗൗതം സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇത് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിനക്കറിയത്തില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനി എന്റെ വായിൽ തന്നെ ഇത് കേൾക്കണമെന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദയൊന്നും മിണ്ടില്ല. നന്ദയ്ക്ക് ഭയങ്കര സങ്കടം വന്നു. നന്ദ പറഞ്ഞു, ഒന്നൊന്ന് ഓർത്ത് വയ്ക്കേ, ഇപ്പം ഗൗതം സാറിന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗൗതം സാർ എന്ത് ചെയ്യും? പിന്നെ എന്റെ അനിയത്തിക്ക്, എനിക്ക് അനിയത്തി ഇല്ലല്ലോ, പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ, ഗൗതം സാർ ഒറ്റമോനായതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. അവരുടെ വിഷമം അവർക്കല്ലേ അറിയത്തുള്ളൂ. ഒരു 2 ദിവസം കൂടെ കൊടുത്തുകൂടെ? 2 ദിവസത്തിനുള്ളിൽ അവരെ എങ്ങോട്ടേലും പൊക്കോളൂ, എങ്ങോട്ടേലും മാറ്റിക്കോളാം. ഞാൻ അച്ഛനോട് സംസാരിക്കാം, അച്ഛൻ അവരെ എങ്ങോട്ടേലും മാറ്റിക്കോളൂ. ആ 2 ദിവസം അവരിവിടെ നിർത്താൻ പറ്റില്ല എന്ന് ചോദിക്കണം. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇനി ഈ കാര്യം പറഞ്ഞിട്ട് മേലാൽ എൻ്റെ മുറിയിലേക്ക് കയറിപ്പോയേക്കില്ല. പറഞ്ഞു കേട്ടല്ലോ, അവള് സപ്പോർട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ചെയ്തതിനെല്ലാം ഇപ്പൊ എനിക്ക് നല്ല തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞിട്ട് ഗൗതം ഇങ്ങോട്ട് ഇറങ്ങിപ്പോണം. നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീട് നന്ദ ഗൗതം ഇറങ്ങിപ്പോയപ്പോൾ ബാഗ് തുറന്ന് അതിനകത്തുനിന്ന് അച്ഛൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് പൊട്ടിക്കറി ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, ഇപ്പൊ തെറ്റുകാരി ഞാനായി തീർന്നിരിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഗൗതം സാർ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കാത അനീത്തിയാന്നുള്ള സത്യങ്ങൾ അറിഞ്ഞു. അത് ഉൾക്കൊള്ളാനായിട്ട് ഗൗതം സാറിന് പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, ഒരുപക്ഷെ ലക്ഷ്മി അമ്മേനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവൽ ലക്ഷ്മി അമ്മ അതിനെന്ത് സംഭവിക്കുമെന്ന് ഓർത്തിട്ടായിരിക്കും. ഗൗതം സാറിനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ വിഷമങ്ങളും വേദന ഞാൻ ആരോട് പറയാനാ? ഇപ്പം ഗാഥയ്ക്കാണെങ്കിൽ സുജാതേൻ്റെയോട് പറയാം. പക്ഷെ ഞാനോ? എനിക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ വേദന അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ അടുത്തെങ്കിലും വന്ന് പറയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പൊട്ടിക്കരയാണ് ഫോട്ടോയും ചേർത്ത് പിടിച്ചോണ്ട്. ഈ സമയത്ത് അങ്ങോട്ട് ലക്ഷ്മിയമ്മ വന്നു. ലക്ഷ്മിയമ്മ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ എന്നിട്ട്, എന്താ നന്ദമോളെ ഇത്? ഒരു നിസ്സാര കാര്യത്തിന് നന്ദമോൾ ഇങ്ങനെ വേദനിച്ചാലേ? എനിക്ക് കുഴപ്പമൊന്നും ഇല്ലമ്മേന്ന് പറയണം. മോൾക്ക് എന്തേലും ടെൻഷൻ ഉണ്ട് എന്നോട് പറഞ്ഞാൽ പോരെ. ഇപ്പൊ ഗാഥയുടെ സുജാതയുടെ കാര്യം ഓർത്തിട്ടാണോ? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എന്തേലും വഴി ദൈവം കാണിച്ചു തരും. മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് പോവാണ്. നേരെ ഗൗതമിന്റെ അടുത്തേക്ക് ചെന്നെ. ഗൗതമിന്റെ അടുത്ത് നിന്നിട്ട്, നീ എന്ത് പരിപാടി ഗൗതം കാണിക്കുന്നേ? പാവം നന്ദമോള്, അവൾക്ക് എന്ത് വിഷമമായെന്നറിയാവോ? അവൾ അച്ഛന്റെ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും നീ അവളോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുണ്ടായിരുന്നു, സംസാരിക്കണ്ടായിരുന്നു. നീ ഒന്ന് ഓർത്തു നോക്കിയേ. അവൾക്ക് അവളുടെ സങ്കടങ്ങളൊക്കെ പറയാൻ ആരാ ഉള്ളത്? നീയല്ലേ ഉള്ളൂ. അച്ഛനില്ല, അമ്മയില്ല, ആരും ഇല്ലാത്തൊരവസ്ഥയിലല്ലേ അവൾ നിൽക്കുന്നേ. നീ എന്താ അവളെക്കുറിച്ച് ചിന്തിക്കാത്തേ? നീ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഗൗതം. അറിയാലോ, അവൾ എന്തേലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നും നല്ലതിനു വേണ്ടിയേ ചെയ്തിട്ടുള്ളൂ. സുജാതേനെയും ഗാഥേനെയും ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്, അല്ലാതെ അവൾക്കൊരു ദുരുദ്ദേശമൊന്നും ഇല്ല. പക്ഷെ അത് മനസ്സിലാക്കാത്താണ് നീയാന്ന് പറയണം. ഗൗതമിന്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുക. പാവം അമ്മയ്ക്ക് അറിയത്തില്ലോ എന്താ കാര്യം എന്നുള്ളത്. അമ്മ വിശ്വസിച്ചിട്ടുണ്ടെന്ന് വേറെ എന്തോ കാര്യമാണെന്നോർത്തോണ്ടായിരിക്കണേ. അമ്മ ഇതറിഞ്ഞാലുള്ള സ്ഥിതി ഓർത്തിട്ട് ഗൗതം സഹിക്കാൻ പറ്റുന്നില്ല. നീ അവളോട് പോയി ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ഇങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നന്ദ അയാളോട് വരുന്നേ. നന്ദനെ കണ്ടപ്പോഴത്തേനും ഗൗതം അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, നന്ദൻ ഞാൻ അങ്ങനെ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ. പെട്ടെന്ന് നന്ദ പറഞ്ഞു, വേണ്ട ഗൗതം സാർ, ഇനി എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. എനിക്കറിയാം ഗൗതം സാറിന്റെ ഉള്ളിൽ ഇനിയിപ്പം ഞാൻ എത്ര പറഞ്ഞു പറഞ്ഞാലും ഉള്ളിലുള്ള തേക്കല്ല് കെട്ടടങ്ങാൻ പോകുന്നില്ല. അല്ലെങ്കിലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഞാനും കൂടെ കൂടിയിട്ടാണെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് എനിക്കറിയാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ അവരുടെ കാര്യത്തിൽ ഗൗതം സാർ ഒന്നും ഒരു തീരുമാനം എടുക്കണ്ട. അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാം. ഞാനാണല്ലോ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഗൗതം സാർ ഇരുന്നു. ഇതിന്റെ പേരിൽ ഗൗതം സാറിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗൗതം ഓർത്തു, ഇവളെന്താ വിചാരിക്കുന്നത്? ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഇവള് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയം മഹേശൻ എന്ത് ചെയ്യുക, വാവച്ചനെ വിളിക്കുന്നുണ്ട്. വാവച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, വാവച്ച ഇവിടെ ആകപ്പാടെ പ്രശ്നമാണ്. നീ എത്രയും പെട്ടെന്ന് ആ മൈസൂറുള്ളതൊന്ന് ശരിയാക്കണം. സുജാതേനെ ഗാഥേനെ അവിടെ കൊണ്ട് കുറച്ച് ദിവസമെങ്കിലും താമസിപ്പിക്കണം. അതിന് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തു തരണമെന്ന് പറയാം. പെട്ടെന്ന് വാവച്ചൻ പറഞ്ഞു, അതെനിക്ക് പ്രശ്നമാകുമോ? ഗൗതമോൻ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടെ എങ്ങനെ കൊണ്ടുപോയി വിട്ടെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പ്രശ്നമാകുമെന്ന് ചോദിക്കട്ടെ. ഒരു കുഴപ്പമില്ല, എന്തേലും നീ ഒന്ന് സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അങ്ങനെയാന്ന് പറയണം. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വാവച്ചൻ വെക്കുക. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മഹേശ്വരൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പം ഗാഥയെ സുജാതേനും വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ, അതിനിടയ്ക്ക് പിങ്കി വല്ല തന്ത്രങ്ങൾ ഒപ്പിക്കുമോ ഒന്നും അറിയത്തില്ല. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.